രാജാവേ, ഇവൾ കള്ളം പറയുന്നതാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവൾ ഭക്ഷണം മോഷ്ടിച്ച് ഇവളുടെ കൂട്ടിലേക്ക് പോയി. അത് അവളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. ഒരു കാട്ടിൽ പലതരത്തിലുള്ള പക്ഷികൾ പറന്നു നടന്നു. ആ കാടിന്റെ രാജാവായിരുന്നത് ഒരു വലിയ തത്തയാണ്. ആ പക്ഷികളിൽ ഒരാളാണ് ടീനു കുരുവി. അത് ഒരു മരത്തിൽ അതിന്റെ ചെറിയ കൂട്ടിൽ താമസിച്ചിരുന്നു. അവളുടെ തൊട്ടു മുൻപിലുള്ള മരത്തിൽ മീനുക്കുരുവി തന്റെ വലിയ കൂട്ടിൽ ഭർത്താവായ ഗോൾഡിയോടൊപ്പവും 2 കുട്ടികളോടൊപ്പവും ജീവിച്ചിരുന്നു. അവർ ഭാര്യയും ഭർത്താവും വളരെ വേഗതയുള്ളവരാണ്. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ കൂട്ടിൽ നിന്നും ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടുവരും. ഒരു ദിവസം ടീനുക്കുരുവി 2 മുട്ടകൾ ഇട്ടു. വളരെ സന്തോഷമായി അത് പരിപാലിച്ചു. ഒരു ദിവസം നല്ല ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എത്രത്തോളം ഇരുട്ടുണ്ടായിരുന്നെന്നാൽ ആരൊക്കെ എവിടെയാണെന്ന് ആർക്കും കാണാൻ പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂട് നോക്കി ടീനു ഒരുപാട് അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ കൂട്ടിൽ അതിട്ട മുട്ട മാത്രമല്ലാതെ ഇപ്പോൾ 3ാമതായി മറ്റൊരു മുട്ടയും കിടക്കുന്നു. ആ മുട്ടയോ കാണാൻ ഒരു സ്വർണ്ണ മുട്ട പോലെ തോന്നി. അയ്യോ, ഈ 3ാമത്തെ മുട്ട എവിടെ നിന്ന് വന്നു? കാണാൻ തന്നെ എന്ത് തിളക്കമാണ്. ശരി, കുഴപ്പമില്ല. ഈ മുട്ടയിൽ നിന്ന് വരുന്ന കുഞ്ഞിനെയും ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ നോക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 2 മുട്ടയും അനങ്ങാൻ തുടങ്ങി. അതിൽ നിന്ന് 2 കുരുവികളും വിരിഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ ടീനുവിനും ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിനുള്ളിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള മുട്ടയും പതുക്കെ അനങ്ങി കുഞ്ഞു വെളിയിൽ വന്നു. ആ കുഞ്ഞിനെ കാണാൻ ചുമന്ന നിറത്തിലും പിന്നെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. ഹാ, എന്റെ ചക്കരക്കുഞ്ഞെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നിനക്ക് ഞാൻ ചുൻമുൻ എന്ന് പേരിടാം. അമ്മേ, അമ്മ അങ്ങനെ പറയരുത്. എന്റെ 2 ചേട്ടന്മാരെയും കാണാൻ ഭംഗിയുണ്ട്. ശരി മോനെ, നീ ആദ്യം ആ മുട്ടത്തോടിൽ നിന്ന് വെളിയിലേക്ക് വാ. ഇല്ലമ്മേ, എനിക്ക് ഈ തോടിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാ? സമയം വരുമ്പോൾ ഞാൻ പറയാം അമ്മേ. ശരി, അത് നിന്റെ ഇഷ്ടം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം എടുത്തുകൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ടീനു അവിടെ നിന്നും പറന്നുപോയി. ഒരുപാട് അന്വേഷിച്ചു പോയപ്പോൾ അതിന് 3 ധാന്യങ്ങൾ കിട്ടി. നന്നായി, എന്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും 3 ധാന്യങ്ങൾ കിട്ടിയല്ലോ. ഇന്ന് ഞാൻ പട്ടിണി കിടക്കാം. ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം. അങ്ങനെ ചിന്തിച്ച് അത് ആ 3 ധാന്യങ്ങളും അവിടെ നിന്നും എടുത്ത് തന്റെ കൂട്ടിലേക്ക് പറന്നുപോയി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഓരോന്ന് കഴിക്കേ. എന്നാൽ അമ്മ എന്ത് കഴിക്കും? ഇതിൽ 3 ധാന്യമല്ലേ ഉള്ളൂ. ഞാൻ വരുന്ന വഴിയിൽ കഴിച്ചു. ഇപ്പോൾ നിങ്ങളിത് കഴിക്കേ. അത് കേട്ടതും എല്ലാവരെക്കാൾ ആദ്യം ചുൻമുന്നാണ് അമ്മ പറഞ്ഞതുപോലെ ഒരു ധാന്യം എടുത്ത് കഴിച്ചത്. എന്നാൽ അവൻ ഒരു ധാന്യം കഴിച്ച ഉടനെ അവിടെ 2 ധാന്യങ്ങൾ വന്നു. അതിൽ വേറൊന്ന് കഴിച്ചതും അവിടെ വീണ്ടും 2 ധാന്യം വന്നു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മൊത്തത്തിൽ ഇപ്പോൾ 5 ധാന്യങ്ങൾ അവിടെയുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അമ്മേ, ഞാൻ മാന്ത്രിക തോടിൽ നിന്നും വന്നതാണ്. അതുകൊണ്ട് എനിക്ക് മാന്ത്രിക ശക്തി കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് കഴിച്ചാലും അത് 2 മടങ്ങായി മാറുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അത് കേട്ടതും എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ടീനു കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് 2 ധാന്യമെടുത്ത് അവളും വയറു നിറയെ കഴിച്ചു. നിനക്ക് ഒരുപാട് നന്ദി മോനെ. ഇനി നമുക്ക് ആർക്കും പട്ടിണി കിടക്കണ്ട. ഇതിനെല്ലാത്തിനും കാരണം നീയാണ്. എന്നാൽ തൊട്ടു മുൻപിലിരുന്ന് മീനുവും മീനുവിന്റെ ഭർത്താവും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മീനു, ഈ കുഞ്ഞു താമസിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് മാറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തേക്കാം. ഇങ്ങനെ പറഞ്ഞ് അത് പുഞ്ചിരിച്ചു. അന്ന് രാത്രി ആരും അറിയാതെ മഹാരാജാവിന്റെ റൂമിലേക്ക് പോയി. അപ്പോൾ മഹാരാജാവ് കിടക്കയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ അവിടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. ഗോൾഡി അതിന്റെ കാലുകൊണ്ട് ആ പാത്രം പതുക്കെ പൊക്കി പിന്നെ അവിടെ നിന്നും പറന്നുപോയി. അതിനുശേഷം പാത്രത്തിലുണ്ടായിരുന്ന എല്ലാ ധാന്യങ്ങളും കഴിച്ച് അത് ടീനിപ്പക്ഷിയുണ്ടായിരുന്ന മരത്തിന് താഴെ ഇട്ടിട്ടും പോയി. കുറച്ചുനേരം കഴിഞ്ഞ് തത്ത മഹാരാജാവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ പാത്രം അവിടെയില്ല. അങ്ങനെ അദ്ദേഹം കാടെല്ലാം ചുറ്റി നോക്കാൻ തുടങ്ങി. ആ പാത്രമിരുന്ന മരത്തിനു മുകളിൽ ടീനുവിന്റെ കുടുംബമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു. ആ മരത്തിന്റെ ചില്ലയിൽ പോയിരുന്ന് ദേഷ്യത്തോടെ പറഞ്ഞു,
ടീനു പക്ഷി, നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്റെ ഭക്ഷണം മോഷ്ടിച്ചത്? ഇല്ല മഹാരാജാവേ, ഞാൻ താങ്കളുടെ ഭക്ഷണം മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഗോൾഡി പെട്ടെന്ന് അവിടേക്ക് പറന്നു വന്നു. അത് പറഞ്ഞു, രാജാവേ, ഇവൾ കള്ളം പറയുന്നതാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവൾ ഭക്ഷണം മോഷ്ടിച്ച് ഇവളുടെ കൂട്ടിലേക്ക് പോയി. അത് അവളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു. പിന്നെ ഇത് താഴേക്കും ഇട്ടു. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി. ടീനുവിന്റെ കുഞ്ഞുങ്ങളും പറഞ്ഞു അവൻ പറയുന്നത് കള്ളമാണെന്ന്. എന്നാൽ രാജാവ് അവർ പറയുന്നത് വിശ്വസിച്ചതേ ഇല്ല. നീ ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരൂ. നിനക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. ടീനു ഒരുപാട് വിഷമത്തോടെ രാജാവിന്റെ പിന്നാലെ പോയി. കാരണം അദ്ദേഹം രാജാവാണ്. രാജാവ് പറയുന്നത് ടീനുവിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവർ പോയതിനു ശേഷം ഗോൾഡി ചുൻമുന്നിനോട് പറഞ്ഞു, ആ ചുൻമുൻ, നിനക്ക് ഭക്ഷണം തന്നവൾ ഇപ്പോൾ ജയിലിൽ പോയി. നീ എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കുന്നു. ഇത് കേട്ടതും ചുൻമുന്നിന് കാര്യം മനസ്സിലായി. ഇതിനെല്ലാം കാരണം ഇവനാണെന്ന്. ശരി, നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ വരാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ. ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അതിന്റെ കൂട്ടിലേക്ക് പോയി. സഹോദര, അമ്മ ഇപ്പോൾ പോയി. നീയും ഇപ്പോൾ ഞങ്ങളെ വിട്ടു പോവുകയാണോ? ഇല്ല ഇല്ല, ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ഐഡിയ പറയാം. അതിലൂടെ നമുക്ക് നമ്മുടെ അമ്മയെയും തിരിച്ചു കിട്ടും. അങ്ങനെ ഐഡിയ എന്താണെന്നത് പറഞ്ഞുകൊടുത്തു. അന്ന് രാത്രി കുട്ടികൾ രണ്ടുപേരും മഹാരാജാവിനെ കാണാൻ പോയി. അവരുടെ അമ്മയെയും ആ സ്ഥലത്തിൽ അടച്ചു വെച്ചിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? മഹാരാജാവേ, ഞങ്ങൾ പറയാൻ വന്നതെന്തെന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് ഞങ്ങളുടെ അമ്മയല്ല, അത് വേറെ ആരോ ആണ്. ഇനിയും ഒരിക്കൽ കൂടി നിങ്ങളുടെ കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആരാ അത്? രാജാവേ, ആദ്യം ഞങ്ങളുടെ കൂടെ വരൂ. അയാളുടെ വാഗൊണ്ട് തന്നെ ഞങ്ങൾ സത്യം പറയിപ്പിക്കാം. അത് കേട്ട് മഹാരാജാവ് തുറങ്കലിൽ അടച്ചിരുന്ന് ടീനുവിനെ വെളിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം എല്ലാവരും ചേർന്ന് ടീനുവിന്റെ കൂട്ടിലേക്ക് പോയി. നമുക്കെല്ലാവർക്കും ഇവിടെ ഒളിച്ചിരുന്ന് കാണാം. ഇപ്പോൾ അയാളിങ്ങ് വരും. ആ രണ്ട് പക്ഷികളും പറഞ്ഞത് കേട്ട് എല്ലാവരും അവരവരുടെ ചില്ലകളിൽ കയറിയിരുന്ന് ശാന്തമായി ചുൻമുന്നിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചുൻമുൻ ഉടനെ ഗോൾഡിയെയും വിളിച്ചു. അപ്പോൾ ഗോൾഡി ഒരു നിമിഷം കൊണ്ട് അവിടേക്ക് വന്നു. പറയൂ കുഞ്ഞേ, നിനക്ക് എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂ. എനിക്ക് വിശക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ തത്തരാജാവിന്റെ ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് എനിക്ക് നിങ്ങൾ തരുമോ? ഉറപ്പായും. എന്നാൽ ഞാനെങ്ങനെ വിശ്വസിക്കും നിങ്ങൾ സത്യമാണ് പറയുന്നതെന്ന്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തത്തരാജാവിന്റെ കയ്യിൽ നിന്നും ഞാനാണ് ഭക്ഷണം മോഷ്ടിച്ചത്. പിന്നെ ആ കുറ്റം മോനുവിന് നിരയമാക്കി. ഇതെല്ലാം ചെയ്തത് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നാണ്. നീ ഈ ചെറിയ കൂട്ടിൽ താമസിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വന്നു. ഇത് എല്ലാം കേട്ടതും ചില്ലയിലിരുന്ന രാജാവിന് ഒരുപാട് ദേഷ്യം വന്നു. അതിനുശേഷം എല്ലാ പക്ഷികളും താഴെയുള്ള ശിഖരത്തിൽ വന്നിരിക്കുകയും ചെയ്തു. അവരെ എല്ലാവരെയും കണ്ടതും ഗോൾഡി പേടിച്ചുപോയി. തത്തരാജാവേ, താങ്കൾ? അതെ, നാം തന്നെ. നാം എല്ലാം കേട്ടുകഴിഞ്ഞു. നീ ഭക്ഷണം മോഷ്ടിച്ചിട്ട് കുറ്റം ടീനുവിന്റെ നേരെയുമാക്കിയോ? അത് കഴിഞ്ഞ് അദ്ദേഹം ടീനുവിനോട് പറഞ്ഞു, ടീനു പക്ഷി, എന്നോട് ക്ഷമിക്കൂ. അന്ന് ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചില്ല. പിന്നെ കുട്ടികളെ, നിങ്ങളുടെ ഈ ബുദ്ധി കാരണമാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. സബാഷ്. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. പിന്നെ ഗോൾഡി, നീ എന്റെ കൂടെ വാ. കുറച്ചുനാൾ തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ നന്നായിക്കോളും. തത്തരാജാവ് ഗോൾഡിയെ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഗോൾഡിയെ തുറുങ്കലിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു പ്രശ്നവുമില്ലാതെ ടീനുവും ചുൻമുന്നും പിന്നെ രണ്ട് സഹോദര പക്ഷികളും സന്തോഷത്തോടെ ജീവിച്ചു. നിനക്ക് ഒരുപാട് സമയം തന്നു കഴിഞ്ഞു, ഒരുപാട് താക്കീതും. എന്നാൽ നീ കേട്ടില്ല. ഇന്ന് നീ തന്നെ കണ്ടറിയും ഒരു രാജാവിന്റെ ശക്തി എന്താണെന്നുള്ളത്. ഈ കഥ നടക്കുന്നത് മോട്ടിപ്പൂർ കാട്ടിലാണ്. അവിടെ ഒരുപാട് പക്ഷികൾ ജീവിച്ചിരുന്നു. അവിടെ രണ്ട് പരുന്തും ജീവിച്ചിരുന്നു, സോനുവും മോനുവും. അവർ സഹോദരങ്ങളായിരുന്നു. സോനു വളരെ ദുഷ്ടനാണ്, മോനു വളരെ നല്ലവനും. സോനു ദിവസവും എന്തെങ്കിലും കാരണത്താൽ ബാക്കി പക്ഷികളെ കൊല്ലും. അതേസമയം മോനു വളരെ സ്നേഹത്തോടും കാരുണ്യത്തോടും പെരുമാറും.
സോനു ഒരു ദിവസം ധാന്യങ്ങൾ അന്വേഷിച്ച് കാട്ടിൽ കൂടെ പറക്കുകയായിരുന്നു. പക്ഷിയെ, എനിക്കെന്റെ ഭക്ഷണം താ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും. ഇതെന്ത് അക്രമമാണ്? ഇത് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമാ. നിനക്കുള്ളത് നീ കണ്ടെത്ത്. ഞാനും നിനക്കിത് തരണം. സോനുവിന് അത് പറയുന്നത് കേട്ടതും ദേഷ്യം വന്നു. അവൻ ആ പക്ഷിയെ കൊന്നും കളഞ്ഞു. അതേസമയം മോനു അവിടെ പറന്നു വരികയായിരുന്നു. അവനപ്പോൾ കണ്ടു സോനു ഒരു പക്ഷിയെ കൊല്ലുന്നത്. അവൻ വേഗത്തിൽ വന്ന് സോനുവിനെ അവിടെ തള്ളിയിട്ടു. മോനു സോനുവിൽ നിന്നും ആ പക്ഷിയുടെ കുട്ടികളെ രക്ഷിച്ചു. നീ എന്ത് ധിക്കാരിയാ സോനു? നീ എന്നും ഓരോ പക്ഷികളെ കൊല്ലും. ഇനി അതിന്റെ കുട്ടികളെയും നിനക്ക് തിന്നണോ? അവർ കുട്ടികളാണെങ്കിൽ ഞാനെന്ത് വേണം? എന്ത് കഠിനമായ മനസ്സാ നിനക്ക്? ഈ കുട്ടികളുടെ നിഷ്കളങ്കത നീ കാണുന്നില്ലേ? ഇല്ല, എന്റെ വയറ് നിറയ്ക്കാനാ ഞാൻ നോക്കുന്നത്. രണ്ടുപേരും കാട്ടിനുള്ളിൽ ഗുഹയ്ക്കുള്ളിലാണ് താമസിച്ചിരുന്നത്. മോനുവിന് എല്ലാവരെയും സഹായിക്കാനാണ് ഇഷ്ടം. എന്നാൽ സോനുവിന്റെ പണി തന്നെ എല്ലാവരെയും കൊല്ലുന്നതാണ്. ഒരു ദിവസം സോനു ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു. അപ്പോൾ ആ മരം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്റെ അടുത്തായി നീ ഒരു മരം കാണുന്നില്ലേ? അവൻ എന്റെ വേരിൽ നിന്നും വളർന്നതാ. അവനെ ആരോ ഇപ്പോൾ അമ്പ ചെയ്തിരിക്കുന്നു. അവന് നന്നായി വേദനിക്കുന്നുണ്ട്. നിനക്ക് ആ അമ്പൊന്നെടുത്ത് തരാൻ പറ്റുമോ? ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കെങ്ങും പോയി ഇതൊക്കെ ചെയ്യാൻ. എടുത്തു തരൂ പരുന്തുമോനെ. ഞാൻ നിനക്ക് എന്നും കടപ്പെട്ടവനായിരിക്കും. നീ ഇപ്പോൾ ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. സോനു പരുന്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പറന്നുപോയി. പിന്നാലെ മോനു പരുന്തും അവിടെ വന്നു. അവിടെ വന്ന് അവനും ഇരുന്നു. മരം അപ്പോഴും കരയുകയായിരുന്നു. മോനു അവന്റെ ശബ്ദം കേട്ട് അവനോട് ചോദിച്ചു, മരമുത്തശ്ശ, താങ്കൾക്ക് എന്തു പറ്റി? താങ്കൾ എന്തിനാ കരയുന്നത്? പരുന്തുമോനെ, എന്നെ ഒന്ന് സഹായിക്കൂ. അടുത്തായി ഒരു മരം കാണുന്നില്ലേ? അവൻ എന്റെ വേരിൽ നിന്നും വളർന്നതാണ്. അവനെ ആരോ അമ്പ ചെയ്തിരിക്കുന്നു. നിനക്കതൊന്ന് എടുക്കാമോ? മോനു പറന്നുപോയി ആ അമ്പ് പുറത്തെടുത്തു. അപ്പോൾ മരമുത്തശ്ശന് ഒരുപാട് സന്തോഷമായി. മോനു, നീ വളരെ നല്ലവനാണ്. എന്നാൽ വേറെ ആരും എന്നെ സഹായിച്ചതേ ഇല്ല. നീ മാത്രമേ സഹായിച്ചുള്ളൂ. അതേ മരമുത്തശ്ശ, തികച്ചും. ആ രാജ്യത്തിലെ എല്ലാവർക്കും തത്തയുടെ രാജ്യത്തിൽ നിന്നാണ് ഭക്ഷണം കിട്ടിയിരുന്നത്. തത്ത എല്ലാവർക്കും തുല്യമായി ഭക്ഷണം കൊടുത്തിരുന്നു. അതുകൊണ്ട് തത്തയെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. എന്നാൽ സോനു എപ്പോഴും തന്റെ ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണവും കട്ടെടുക്കും. അവനെതിരെയുള്ള പരാതിയുമായി എല്ലാ പക്ഷികളും തത്തയുടെ മുൻപിൽ എത്താൻ തുടങ്ങി. സോനു, നിന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. നിനക്കുള്ള ശിക്ഷ ഇതാണ്. നീ ഒരു ഗുഹയിൽ ഏകാന്തമായി കിടക്കണം. നിനക്കവിടെ ഒരു ഭക്ഷണവും കിട്ടില്ല. ഇനി ആരുടെയെങ്കിലും ഭക്ഷണം നീ കട്ടെടുത്തവരെ ബുദ്ധിമുട്ടിച്ചാൽ നിനക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടും. സോനു ഇത് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു. തത്ത രാജാവ് അവനോട് പറഞ്ഞതുപോലെ. അവൻ വെളിയിലേക്ക് വന്നതേയില്ല. സോനുവിന് ഒരുപാട് വിശക്കാൻ തുടങ്ങി. അവൻ പതുക്കെ വേട്ടയാടാനായി വെളിയിലേക്ക് പറന്നുപോയി. എന്നാൽ തത്ത രാജാവ് ഇത് അറിയാൻ പാടില്ല. അവനൊരു തത്തയെ കൊന്ന് അതിനെ അവന്റെ ഭക്ഷണമാക്കി. തത്ത രാജാവ് ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞു. സോനു ഒരു പക്ഷിയെ കൊന്ന് അതിനെ അവൻ തിന്നിരിക്കുന്നു. തത്ത രാജാവ് സോനുവിനെ അപ്പോൾ തന്നെ വിളിപ്പിച്ചു. സോനു, നിന്റെ ശിക്ഷ ഇതാണ്. നീ എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്? ഇന്ന് ഞാൻ നിന്നെ ബലി നൽകാൻ പോകുന്നു. തത്തരാജാവേ, എന്നോട് ക്ഷമിക്കൂ. ഞാനിനി ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് മാപ്പ് തരൂ. ഇല്ല, നിനക്ക് ഒരുപാട് സമയം തന്നു കഴിഞ്ഞു, ഒരുപാട് താക്കീതും. എന്നാൽ നീ കേട്ടില്ല. ഇന്ന് നീ തന്നെ കണ്ടറിയും ഒരു രാജാവിന്റെ ശക്തി എന്താണെന്നുള്ളത്. തത്ത രാജാവ് അപ്പോൾ പ്രഖ്യാപിച്ചു. സോനു പരുന്തിനെ ഉടൻ ബലി നൽകാനായി. അപ്പോൾ മോനു അവിടെ വന്നു. വന്നവൻ സോനുവിനെ തള്ളിമാറ്റി. അങ്ങനെ അബദ്ധത്തിൽ സോനുവിന്റെ ബലിക്ക് പകരം അവിടെ മോനുവിന്റെ ബലി നടന്നു. സോനു അപ്പോൾ അമ്പരന്നുപോയി. തനിക്കെന്തുകൊണ്ട് ഒന്നും പറ്റിയില്ല. അവനെന്നാൽ നേരെ നോക്കിയതും
അവന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്നു. ആ ബലിയിൽ മരിച്ചത് അവനായിരുന്നു. സോനു അപ്പോൾ ഒരുപാട് കരഞ്ഞു. സോനു പരുന്തേ, നോക്ക് നിന്റെ സഹോദരൻ എത്ര നല്ലവനാണെന്ന്. അവൻ അവന്റെ പ്രാണനേക്കാൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്നെ തെറ്റിൽ നിന്നും രക്ഷിക്കാൻ അവൻ അവന്റെ ജീവൻ ബലി നൽകി. സോനു ഏങ്ങി ഏങ്ങി കരഞ്ഞു. അവൻ ഒരു വാക്കും മിണ്ടിയില്ല. അവൻ തറയിലേക്ക് വീണു. തിരിച്ച് തന്റെ ഗുഹയ്ക്കുള്ളിൽ പോയി ജീവിക്കാനും തുടങ്ങി. സോനുവിനപ്പോൾ തന്റെ സഹോദരന്റെ ഓർമ്മകൾ വന്നു. അവരെങ്ങനെയാണ് ഒരുമിച്ച് പറന്നത്, എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ. അതിനുശേഷം സോനു ഒരു പക്ഷികളുടെയും ജീവൻ എടുത്തതേയില്ല. പകരം അവരെ സഹായിച്ചു. അവൻ വളരെ നല്ലവനുമായി. മോനു പരുന്തിന്റെ ബലിക്ക് ശേഷം സോനു പരുന്തിന് മനസ്സിലായി, നിരപരാധികൾ പെട്ടെന്ന് മരിക്കുന്നു. എന്തു ദുഃഖകരമാണിത്. അവൻ തന്റെ കുടുംബത്തിലെ അംഗമായിരുന്നു, ഒപ്പം തനിക്ക് പ്രിയപ്പെട്ടവനും. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചത് അത് വളരെ മോശമായ കാര്യമല്ലേ? നമ്മുടെ മോശമായ പെരുമാറ്റം മറ്റുള്ളവരെ ബാധിക്കുന്നത്.